നമ്മളൊക്കെ ശരിക്കും എത്രയോ ഭാഗ്യവാന്മാരല്ലേ. മുതിർന്നവരാവട്ടെ മക്കളാവട്ടെ നമുക്കെല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യം ഉണ്ടായിട്ടും നമുക്ക് പോരാ 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 എന്ന് പറഞ്ഞിട്ട് പരസ്പരം കുടുംബാദികളും അയൽവാസികളും മറ്റുള്ള ആളുകളും ഒക്കെ പരസ്പരം തമ്മിൽ തമ്മിൽ തല്ലുകൂടുന്ന കാലമാണ് ഇത്. മക്കളാവട്ടെ മക്കളൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്ത് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് കഴിഞ്ഞാലും പൈസ ഇല്ലെങ്കിൽ പോലും അതുണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും നന്ദി നമ്മളെ മക്കൾ നമ്മളോട് കാണിക്കുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഒരു 100-ൽ വളരെ ചുരുക്കം പേര് മാത്രമേ മാതാപിതാക്കളുടെയും കുടുംബാദികളുടെയൊക്കെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വളരുന്ന മക്കളുള്ളൂ. അവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ചായയും പലഹാരങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരുക്കി കൊടുക്കുക, പുറത്തുനിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മളെന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർ ഗൾഫിൽ കിടന്നിട്ട് എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്നോ പൊരിവയിൽ കൊണ്ട് കഷ്ടപ്പെടുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇന്നത്തെ മക്കൾ അറിയുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം അവരാ ബുദ്ധിമുട്ട് അറിയിക്കാനായിട്ട് ആരും മെനക്കിടുന്നില്ല. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള ആ ഒരു തിരക്കിലാണ് ഒട്ടുമിക്കവരും. അതിൽ നമ്മളൊരു കുറ്റം പറയണില്ല, കാരണം ഞാനടക്കമുള്ള എല്ലാവരും നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതായത് മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നാളെ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളായിട്ട് എത്തിക്കരുത്.